നമ്മൾ ഈ മധുരയ്ക്ക് പോയി കഴിഞ്ഞാലല്ലേ അവിടെ ഈ പൊറോട്ട ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ അവന്മാർ സാലന കൊടുക്കും. 2 ടൈപ്പ് ഉണ്ട്. ഒരെണ്ണം ചിക്കൻ സാലന, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം എം ടി സാലന. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എം ടി സാലനയാണ്. ഇത് ചപ്പാത്തി, പൊറോട്ട, പിന്നെ ചില സമയം ദോശയുടെ കൂടുതൽ കഴിക്കാൻ നല്ല ഒരു കോമ്പിനേഷനാണ്. നമുക്ക് പേസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി തേങ്ങ, കശുവണ്ടി, റോസ്റ്റഡ് ചന ദാൽ, പിന്നെ പോപ്പ് സീഡ്സ്, കസ്കസ്, പെരിഞ്ചീരകം, കുരുമുളക്, പിന്നെ കുറച്ച് പട്ട, ഇതൊക്കെ ഇട്ട് ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ച് മാറ്റി വയ്ക്കാം. പിന്നെ ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടി ഒരു പാനകത്ത് നല്ലെണ്ണ ചൂടായതിനു ശേഷം ഹോൾ ഗരം മസാല, പെരിഞ്ചീരകം, സ്ലൈസ് ചെയ്ത് വെച്ച ഓണിയൻസ്, കറിവേപ്പില, 2 പച്ചമുളക് ഞാൻ കീറിയിട്ടിട്ടുണ്ട്. നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 2 കൂടി ഇടാം. ഓണിയൻസ് ഒന്ന് ബ്രൗൺ ആയതിനു ശേഷം അതിനകത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ച സ്മെല്ല് ഒന്ന് പോകണം. ഈ സമയത്ത് നമുക്ക് അതിനാവശ്യത്തിന് സോൾട്ടും ടർമറിക് പൗഡറും കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയും ഈ 3 ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പച്ച സ്മെൽ പോകുന്നവരെ വഴറ്റിയെടുക്കാം. പിന്നെ സ്ലൈസ് ചെയ്ത് വെച്ച് തക്കാളി ജസ്റ്റ് ഒന്ന് ഉടയണം. ആ സമയത്ത് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം പാന് ഡീഗ്ലേസ് ചെയ്യാൻ വേണ്ടി. ഈ സമയത്ത് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മിൻറ്റ് ആൻഡ് കൊറിയാണ്ടർ, നമ്മൾ അരപ്പുണ്ടല്ലോ തേങ്ങ അരപ്പ് ഇട്ടിട്ട് അതിനകത്ത് സെയിം കപ്പിൽ തന്നെ നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. നമുക്ക് നമ്മുടെ സാലന കുറച്ചും കൂടി തിന്നായിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. ജസ്റ്റ് തിളച്ചതിന് ശേഷം ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് അടച്ച് വെച്ച് ഒരു 15-20 മിനിറ്റ് നമുക്ക് വേവിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എം ടി സാലന റെഡിയാണ്. ഈ സൈഡിലൊക്കെ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരണം, എന്നാൽ നമ്മുടെ സാലന പക്കായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തി, പൊറോട്ട, പിന്നെ ദോശ, ഇടിയപ്പത്തിൻ്റെ കൂട്ടത്തിൽ അടിപൊളി കോമ്പിനേഷനാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. ആൻഡ് ഓൾവേസ് റിമെമ്പർ ദിസ്, എവറിബഡി ക്യാൻ കുക്ക് ആൻഡ് എവറിബഡി ഹാസ് ടു കുക്ക്.